ഹലോ, എല്ലാ കൂട്ടുകാർക്കും പാറു എൻ്റെ അമ്മ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏറെ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കടയിൽ പോകാനായിട്ട്, അതായത് റേഷൻ കടയിൽ ഒരു ചെറിയ ജോലി ഉണ്ടല്ലോ. അത് എപ്പോഴും ഞാൻ പറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്, പറഞ്ഞില്ലെങ്കിൽ ഉണ്ട്. അപ്പോൾ അതിന് പോകാനായിട്ട് തുടങ്ങുവാണേ. ആ ഒരു സമയത്താണ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ എടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പം നമുക്കിന്നൊരു ചെറിയ 2-3 കുഞ്ഞു കുക്കിങ്ങുകളൊക്കെ ആയിട്ട് വരാമെന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ ഇപ്പം ഇവിടെ വന്ന് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് പോകാം, അതിന് വേണ്ടിയിട്ടാണ്. അതിട്ട് തിരിച്ച് വന്നിട്ടാണ് ഞാൻ കറിയൊക്കെ വയ്ക്കുന്നത്, വൈകിട്ട് വയ്ക്കുള്ളൂ. അപ്പോൾ ഇച്ചിരി മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മീനിനൊക്കെ ഒന്ന് റെഡിയാക്കണം, പിന്നെ വറക്കണമെന്ന് ഉദ്ദേശിച്ചാണ് വാങ്ങിച്ചത്. പക്ഷേ വറക്കുന്നില്ല, അത് വറക്കാൻ അത്ര മെച്ചമില്ല. അതുകൊണ്ട് ഒന്ന് പീര കറി വെക്കാമെന്ന് വെച്ചു, ഒന്ന് പിന്നെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചൊരു ചാറുകറി വെക്കാമെന്ന് വിചാരിച്ചു, ഗ്രേവിയൊക്കെ ആയിട്ട്. ഒരു അയല മീൻ. അപ്പം ഞാനതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ കുഞ്ഞിക്കറികളൊക്കെ വെക്കുന്നതും അതുപോലെ ചെറിയ സംഭവങ്ങൾ, കുഞ്ഞു സംഭവങ്ങളൊക്കെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾ എല്ലാവരും കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ കുക്കിംഗ് സംഭവങ്ങളും ട്രാവൽ വ്ലോഗുകളൊക്കെ ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഞാൻ ആ മീനൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് ആ മീനുകളൊക്കെ കറി വയ്ക്കുന്നതും കഴിക്കുന്നതും ഒക്കെ കാണിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ മീൻ. ഇതേ അയല മീൻ. അയലയ്ക്ക് ഭയങ്കര വിലയാണേ. 1 കിലോയ്ക്ക് 200 രൂപ. 200 അല്ലല്ലോ, 250 എന്നാണ് തോന്നുന്നു പറഞ്ഞത്. എത്രയോ 200-250 എങ്ങാണ്ടായി കേട്ടോ. എന്തായാലും 1/2 കിലോ വാങ്ങിച്ചു. ഭയങ്കര വിലയാണ് മീനിന്. അതുകൊണ്ട് തന്നെ മീനിപ്പം വരാറില്ലായിരുന്നു, വില കൂടുതലായതുകൊണ്ടേ. വല്ലപ്പോഴൊക്കെ മീൻ വരുന്നുള്ളൂ. അത് അയല മീൻ. ഇതുണ്ടോ മത്തി, അതിനകത്ത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടു. അതും വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ച് അതിൻ്റെ ഈ അമോണിയായോ അങ്ങനെയുള്ള എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ മീനിനകത്ത് ഇടുന്നുണ്ടല്ലോ, ഐസും ഒക്കെ ഉണ്ട്. അത് കണ്ടോ, ചീഞ്ഞൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് പീര വെക്കാൻ മാത്രമേ കൊള്ളാവുള്ളൂ. ഇതിനെ ഞാൻ വറക്കണമെന്ന് ഉദ്ദേശിച്ചായിരുന്നു ഞാൻ വാങ്ങിച്ചത്. ഇതിനി പീര വെക്കാമെന്ന് വിചാരിച്ചേ. മത്തി വെട്ടി തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്ത് പീര വെക്കണം. അപ്പം ഞാൻ ഇത് കണ്ട ഈ പച്ച കുരുമുളക്, നമ്മുടെ കുടിയിൽ നിന്ന് തന്നെ ഈ പുഞ്ചമുളക് കായ്ച്ചു കിടന്നതാണ്. അപ്പോൾ അതിന് ഞാൻ പറിച്ചുകൊണ്ട് വെച്ചു. ഞാനല്ല, പപ്പ പറിച്ചുകൊണ്ട് വന്നതാണേ. അപ്പോൾ അതൊക്കെ അരച്ച് നന്നായിട്ടങ്ങ് വറക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക്, ഈ കുരുമുളകൊക്കെ അരച്ച് ചേർത്ത് വറക്കാമെന്ന് വിചാരിച്ചപ്പം മീൻ അത്ര പന്തിയല്ല. നമ്മുടെ മുറ്റത്തുനിന്ന് പറിച്ച് പയറാണ്. ഇതിന് നമുക്ക് തോരൻ വെക്കണം. ഇത് പച്ചമുളകൊക്കെ ചേർത്ത് ഒരു സൈസ് കാന്താരിയാണേ. കാന്താരി അല്ല, കൊമ്പമുളകും അല്ലാത്ത ഒരു രീതിയിലുള്ള മുളക്. ഇതും നമുക്ക് മുറ്റത്തുനിന്ന് പറിച്ചെടുത്താൽ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചേർത്ത് നമുക്ക് മീനിനകത്തിട്ട് അപ്പോൾ ഒരു പീര വെക്കണം, ഒരു തേങ്ങാപ്പാലിലൊരു ചാറ് വയ്ക്കണം. അതൊക്കെ ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഇത് ഞാനെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ കേട്ടോ. ഇപ്പോഴല്ല, വൈകുന്നേരം. ഇപ്പോൾ ഇത് ഞാൻ ഇതേപടി എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും, എന്നിട്ട് പോകും. എന്നിട്ട് തിരിച്ച് വന്നിട്ടാണ് ഇതൊക്കെ റെഡിയാക്കുള്ളൂ കേട്ടോ. അപ്പോൾ ശരി. മത്തി കുരുമുളക് അരച്ച് വറക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇരുന്നെങ്കിലും പിന്നീട് ഞാൻ തീരുമാനം അങ്ങോട്ട് മാറ്റി പീര വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുടംപുളി ഇട്ട് അങ്ങോട്ട് പീര വെച്ചു. പച്ചമുളക് അരച്ചു, കാന്താരി അരച്ചു, പച്ചമുളക് കീറിയിട്ടു, കാന്താരി അരച്ചു, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ച് ചേർത്തു. അങ്ങനെ കുടംപുളിയൊക്കെ ചേർത്ത് അല്പവും കൂടെ വെള്ളം പറ്റണം കേട്ടോ. അത് കാരണം ശകലവും കൂടെ വെള്ളം പറ്റിക്കോട്ടെ എന്ന് പറഞ്ഞ് തീ കുറച്ചിട്ടേക്കുവാണ്. കണ്ടോ, അയലേനെല്ലാം വെട്ടി ക്ലീൻ ചെയ്ത് ഒരെണ്ണം മാത്രം നമുക്ക് അരപ്പ് തിരുമ്മി വറക്കാം. ബാക്കിയുള്ളതിന് നമുക്ക് കറിയാക്കാം കേട്ടോ. ഗ്രേവിയൊക്കെ നല്ല ഗ്രേവിയോട് കൂടി ഒരു കറിയാക്കാം. അതിൻ്റെ പരിപാടിയൊക്കെ തീർന്നു. പച്ചപ്പയർ, നമ്മുടെ മുറ്റത്തെ പയർ, നമ്മൾ നട്ടുപിടിപ്പിച്ച് എടുത്ത പയറാണ്. പയർ തോരൻ, തേങ്ങ അരച്ച തോരൻ. ഇതുണ്ടോ പീര, തേങ്ങ അരച്ച് കുടംപുളിയിട്ട് വെച്ച് സൂപ്പർ മത്തിപ്പീര. ഒരല്പം ചാറൊക്കെ ഉണ്ട് കേട്ടോ. നല്ല
പനന്ന് വെള്ളം കിടപ്പുണ്ടേ, ഒത്തിരി വെള്ളമല്ല. ചോറ് തിന്നാൻ പരുവത്തിനുള്ള കറി. അതിനെ കറിയാക്കാമെന്ന് വിചാരിച്ചു. ഒരെണ്ണം നമുക്ക് വറക്കാം, ബാക്കി നമുക്ക് കറിയാക്കാം. ഇന്നത്തേന് കറിയാക്കുന്നില്ല കേട്ടോ, നാളത്തേനെ ആക്കുന്നുള്ളൂ. ഇതിനെടുത്ത് ഫ്രിഡ്ജിലേക്ക് അങ്ങ് സൂക്ഷിച്ച് വെക്കും, നാളെ സമയം പോലെ ഉണ്ടാക്കാം. പച്ചപ്പയർ തോരൻ. ഇത് മീൻ പീര വെച്ചു കേട്ടോ. മത്തി വറക്കാനായിട്ടൊക്കെ ഞാൻ തുടങ്ങിയതാണ്, പച്ചക്കുരുമുളകൊക്കെ കൊണ്ടുവച്ച്. പിന്നെ തോന്നി അത് വേണ്ട, പീര വെക്കാമെന്ന്. കുടംപുളി ഇട്ടങ്ങ് പീര വെച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പ് നോക്കിയപ്പോൾ നല്ല രുചിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് വറുത്താലോ. അപ്പം നമ്മുടെ അയിലക്കറി ഇതാണേ. ഒരയില എടുത്ത് വറുത്തു. അതിന് ശേഷമുള്ള ബാക്കി 3 അയിലയും കൂടെ നമുക്ക് പാലൊഴിച്ച് കറി വെക്കാം, തേങ്ങാപ്പാലൊഴിച്ച്. ഇതിനകത്ത് ഒത്തിരി അലങ്കാരങ്ങളും ആർഭാടങ്ങളും ഒന്നുമില്ലാതെ സിമ്പിളായിട്ടുള്ള പാല് പിഴിഞ്ഞ അയിലക്കറി. അപ്പോൾ നമുക്ക് 2ാം പാലിനകത്ത് ഇത് വേവിക്കാം കേട്ടോ. ഇതിനകത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി, ഉപ്പ്, പച്ചമുളക്, കുടംപുളി, ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് 2ാം പാലൊഴിച്ച് അതിനകത്തങ്ങോട്ട് വെന്ത് വരട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് 1ാം പാലൊഴിച്ച് ജസ്റ്റ് ഒന്ന് ചിറ്റിച്ച് ഇളക്കി വാങ്ങാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെച്ചിരിക്കുന്നതാണേ. അപ്പം ഇത് നന്നായിട്ട് ഇതിനകത്തൊന്ന് വെന്ത് വരട്ടെ. അതാണ് സിമ്പിൾ അയലക്കറി, സിമ്പിളായിട്ടുള്ള പാല് പിഴിഞ്ഞ അയലക്കറി. അപ്പോൾ ഇങ്ങനെയും അയലക്കറി ഉണ്ടാക്കാം, പെട്ടെന്നൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്ന് വഴറ്റി പെറുക്കിയൊക്കെ ഉണ്ടാക്കണം. ഇത് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ മീൻ കറി, അയലക്കറി ഏത് പരുവായെന്ന് നമുക്ക് നോക്കാം കേട്ടോ. കണ്ടോ, കുടംപുളിക്കകത്തും തേങ്ങാപ്പാലിനകത്തും നന്നായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ തനിപ്പാലം ഒഴിക്കാം. തനിപ്പാലെന്ന് പറഞ്ഞാൽ അല്പം വെള്ളം ചേർത്ത് നന്നായിട്ട് പിഴിഞ്ഞങ്ങ് എടുത്തു കേട്ടോ. ഇനി ഒന്ന് ചട്ടി എടുത്തൊന്ന് ചുറ്റിക്കണം. ചുറ്റിച്ചിട്ട് അല്പം കറിവേപ്പിലയും കൂടെ, കറിവേപ്പില ഇപ്പം ഇട്ടാലും കുഴപ്പമില്ല. കറിവേപ്പില ചേർത്തു. ഇനി നന്നായിട്ടൊന്ന് തിളക്കേറി സെറ്റായി വരുമ്പോൾ ഒരല്പം കടുവും കൂടെ വറുത്ത് നമുക്കങ്ങ് ഒഴിക്കാം. അപ്പോൾ എണ്ണ ഒട്ടും ചേർക്കാതെയാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കിയത്. നമ്മൾ എണ്ണ ചേർത്ത് വഴറ്റുമോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പം നമുക്കിതൊന്ന് സെറ്റായി വരുമ്പോൾ അതിൻ്റെ മുകളിൽ ഒരല്പം കടുക് വറുത്തൊഴിക്കാം, ഒരു ഭംഗിക്ക് വേണ്ടി. അപ്പോൾ കടുക് വറുത്തൊഴിച്ചു, തീയൊക്കെ ഓഫ് ചെയ്തു. തീ ഓഫ് ചെയ്തെങ്കിലും കുറച്ച് നേരം ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും കേട്ടോ. കടുക് വറുത്തൊഴിക്കുമ്പോഴാണ് ഒരു കാണാനൊരു ഭംഗി വരുള്ളൂ കേട്ടോ. അപ്പോൾ ഈ കറീനെ, ഈ സിമ്പിളായിട്ട് തേങ്ങാപ്പാലിലുണ്ടാക്കിയ അയലക്കറീനെ നമുക്ക് ഇഷ്ടമുള്ള പേരിട്ടങ്ങ് വിളിച്ചോ കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്. ഉലുവാപ്പൊടിയിലൊക്കെ മണം നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിപ്പം ഞാൻ ചപ്പാത്തിക്ക് ചോറിനുമായിട്ടാണ് കൊടുക്കുന്നത്. രാവിലെ ചപ്പാത്തിക്ക് ഈ കറി കൊടുക്കും, അയലക്കറി. പിന്നെ ഉച്ചയ്ക്ക് ചോറിന്. അങ്ങനെ 2 കൂട്ടത്തിനായിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പണിയൊക്കെ തീർന്നാണ്, ഫിനിഷ് ആയതാണ് കേട്ടോ.